ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കാണ് ക്ലാസ്. നമ്മൾ ആദ്യമായിട്ടാണ് ഉച്ചയ്ക്ക് എടുക്കുന്നത്. എനിക്ക് വീക്കെൻഡ് ആയിട്ട് കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് നേരത്തെ എടുത്തിട്ട് പോകാന്ന് വെച്ചു. അപ്പോൾ ഇന്ന് MPC 022ന്റെ ലാസ്റ്റ് ഫ്രീ ക്ലാസ് ആണ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്താണ്. നമ്മൾ അസസ്മെന്റ് എന്താന്ന് പഠിച്ചു. ഇനി സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്, അസസ്മെന്റും ടെസ്റ്റിംഗും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അസസ്മെന്റ് എന്ന് വെച്ചാൽ ബ്രോഡർ പെർസ്പെക്റ്റീവ് ആണ്. അതായത് നമ്മൾ കംപ്ലീറ്റ്ലി അവരെ അസസ് ചെയ്യാണ്. അതായത് അവരുടെ ഡ്രസ്സിങ്ങും ഗ്രൂമിങ്ങും മുതൽ അവരുടെ എല്ലാ കാര്യങ്ങളും, ലൈഫ് സ്പാൻ ഡെവലപ്മെന്റിലുള്ള കാര്യങ്ങളും ഒക്കെ മൊത്തത്തിൽ ഒരു പിക്ചർ എടുക്കുന്നതിനെയാണ് അസസ്മെന്റ് എന്ന് പറയുന്നത്. പ്രത്യേക ഒരു ഏരിയയിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അതിനെയാണ് നമ്മൾ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു ക്ലയന്റ് വന്നു. അപ്പോ ഇപ്പം ഞാനൊരു കേസ് ആയിട്ട് എടുത്ത് പറയാം. അപ്പോൾ ഒരു കേസ് വന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ഭാര്യ ഭർത്താവിനെ കൊണ്ടുവന്നാണ്. അപ്പൊ പറഞ്ഞു, എന്നോട് കമ്മ്യൂണിക്കേഷൻ ഇല്ല, ആൾ എന്നോട് സംസാരിക്കാറേ ഇല്ല, സെക്സ് കുറവാണ്, ഒരു ഒന്നുമില്ല, അറേഞ്ച്ഡ് മാരേജ് എന്നാക്കാണ് പറഞ്ഞു, ബൈസ്റ്റാൻഡർ പറഞ്ഞു. അപ്പൊ നമ്മൾ ആളോട് സംസാരിച്ചപ്പോഴും നമുക്ക് അതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ആളുടെ ഐക്യൂന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഐക്യു ആണോ പ്രശ്നം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഐക്യു ടെസ്റ്റ് ചെയ്യാം, അല്ലെ? അല്ലെങ്കിൽ ഒരാൾ ഡിപ്രസീവ് സിംറ്റംസ് ആയിട്ട് വന്നു, നമ്മളുടെ കേസ് സ്റ്റഡി ഒക്കെ എടുത്തപ്പോൾ ഡിപ്രഷൻ തന്നെയാണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഡിപ്രഷന്റെ ടെസ്റ്റ് ചെയ്യാണ്. അതായത് ഒരു പ്രത്യേക ഏരിയ എടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്. മെമ്മറി, IQ, EQ, ഡിപ്രഷൻ, പേഴ്സണാലിറ്റി പോലെയുള്ള കാര്യങ്ങൾ സ്റ്റാൻഡർഡൈസ്ഡ് ഇൻസ്ട്രുമെന്റ്, ക്വസ്റ്റ്യനെയർ ആവാം, അല്ലെങ്കിൽ അപ്പാരറ്റസ് വെച്ച് നമ്മൾ അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കാം. Meaning of psychological testing. Psychological testing is a field characterized by the use of sample behavior in order to assess psychological construct. Psychological construct such as cognitive emotional functioning about a given individual. A given individual ഏതെങ്കിലും കൺസ്ട്രക്റ്റിനെ പറ്റിയിട്ട് അസസ് ചെയ്യാൻ പ്രത്യേകമായിട്ട് ചെയ്യുന്ന ടെസ്റ്റുകളെയാണ് നമ്മൾ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദ ടെക്നിക്കൽ ടേം ഫോർ ദ സയൻസ് ബിഹൈൻഡ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് സൈക്കോമെട്രിക്സ്. കേട്ടോ, സൈക്കോളജിക്കൽ ടെസ്റ്റിംഗിന് അണ്ടർലൈൻ ആയിട്ടുള്ള ടെക്നിക്കൽ ടേം സൈക്കോമെട്രിക്സ് എന്നാണ്, അല്ലെ? മെമ്മറി അങ്ങനെ അളക്കാം, ഇന്റലിജൻസ് അങ്ങനെ അളക്കാം, ഇമോഷണൽ ഇന്റലിജൻസ് അളക്കാം, പേഴ്സണാലിറ്റി അളക്കാം, അല്ലെ? സൈക്കോളജിക്കൽ ടെസ്റ്റ് ആർ റിട്ടൺ ആയിട്ടുള്ള ക്വസ്റ്റ്യനെയർ ആവാം, വിഷ്വൽ ആയിട്ടുള്ള ആവാം, വെർബൽ ഇവാലുവേഷൻ ആവാം, അഡ്മിനിസ്ട്രേഡ് ടു അസസ് കോഗ്നിറ്റീവ് ആൻഡ് ഇമോഷണലി ഫംഗ്ഷനിങ് ഓഫ് എ ചിൽഡ്രൻ. കണ്ടോ, നമ്മൾ എന്താ അസസ് ചെയ്യാ? അവിടെ കോഗ്നിറ്റീവ് ഫംഗ്ഷനിങ്, അതാണ് ഇന്റലിജൻസും EQ ഒക്കെ വരുന്നത്. ഇമോഷണൽ ഫംഗ്ഷനിങ്, ഡിപ്രഷൻ, പേഴ്സണാലിറ്റി പോലെ. ഇറ്റ്സ് എൻ ഒബ്ജക്റ്റീവ് ആണ്, സ്റ്റാൻഡർഡൈസ്ഡ് മെഷർ ഓഫ് എ സാമ്പിൾ ബിഹേവിയർ ആണ്. ഒബ്ജക്റ്റീവ് ആയിട്ട് സ്റ്റാൻഡർഡൈസ് ആയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. Psychological testing is a standard procedure of measurement designed to measure characteristics, abilities, personality, etc. They are used to measure the quantified characteristics have standards. Kind of quantified characteristics ആണ്. എത്ര IQ ഉണ്ട്, എത്ര EQ ഉണ്ട്, ഏത് പേഴ്സണാലിറ്റി ആണ്. സ്റ്റാൻഡർഡൈസ്ഡ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും. Psychological test is an instrument ആണ്, designed to measure unobserved construct. നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത കൺസ്ട്രക്ട് മെഷർ ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. IQ ഒബ്സർവ് ചെയ്യാൻ പറ്റുമോ? EQ ഒബ്സർവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ അങ്ങനെ ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, കൺസ്ട്രക്റ്റുകൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ലാറ്റന്റ് വേരിയബിൾസ്, അതായത് അൺഒബ്സർവ്ഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ നമ്മൾ പറയുന്നത് ലാറ്റന്റ് വേരിയബിൾസ് എന്നാണ്. ഈ ലാറ്റന്റ് വേരിയബിൾസ് ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ് ശരിക്കും സൈക്കോളജിക്കൽ ടെസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. സൈക്കോളജിക്കൽ ടെസ്റ്റ് ആർ ടിപ്പിക്കലി but not necessarily a series of tasks or problems that respondent have to solve. കണ്ടോ, ടിപ്പിക്കലി വരെ കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനാണ്. എപ്പോഴും അങ്ങനെയല്ല, എന്നാലും മിക്കവാറും കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനാണ് ഉണ്ടാവുക, ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനാണ്. അതിലൂടെ നമ്മൾ അവരുടെ EQ, IQ ഒക്കെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്.
Psychological tests can strongly resemble questionnaire, which are also designed to measure unobserved construct, but differ in that psychological tests ask for a respondent's maximum performance, whereas a questionnaire asks a respondent's typical performance. കണ്ടോ, സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ ക്വസ്റ്റ്യനെയർ പോലെ തന്നെയാണ്, സ്ട്രോങ്ലി റിസംബിൾ ചെയ്യുന്നുണ്ട് ക്വസ്റ്റ്യനെയർ പോലെ തന്നെ. പക്ഷെ മെയിൻ വ്യത്യാസം എന്താണ്? സൈക്കോളജിക്കൽ ടെസ്റ്റ് മാക്സിമം പെർഫോമൻസ് എടുക്കാനാണ് നോക്കാറുള്ളത്, പക്ഷെ ക്വസ്റ്റ്യനെയർ എപ്പോഴും ടിപ്പിക്കൽ പെർഫോമൻസ് ആണ് അളക്കാൻ ശ്രമിക്കാറുള്ളത്. A useful psychological test must be both valid, that is evidence to support specific interpretation of the test result. Validity and reliable, internally consistent or give a consistent result over time across raters. Validity reliability. അപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കൺസ്ട്രക്ട്, അൺഒബ്സർവ്ഡ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ട് മെഷർ ചെയ്യാൻ സ്റ്റാൻഡർഡൈസ്ഡ് ഇൻസ്ട്രുമെന്റ് വെച്ച് ചെയ്യിപ്പിക്കുന്ന പ്രക്രിയക്കാണ് നമ്മൾ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ, ഓക്കെ ആണോ? വെരി ഗുഡ്. ഇനി difference between psychological assessment and psychological testing. Psychological assessment of testing ആണ് തമ്മിലുള്ള വ്യത്യാസം. Psychological assessment is similar to psychological testing, but usually involves a more comprehensive assessment of individual. ശരിക്കും അസസ്മെന്റ് ടെസ്റ്റിംഗ് പോലെ തന്നെയാണെങ്കിലും അസസ്മെന്റ് സ്പെസിഫിക് ഏരിയ ആണ്, ഇത് മൊത്തം ഏരിയ എടുത്തു നോക്കും. Psychological assessment is a process that involves the integration of information from multiple sources. അവരോട് നമ്മൾ ചോദിക്കും, അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനോട് ചോദിക്കും, നമ്മൾ ഒബ്സർവ് ചെയ്യും, such as test of normal and abnormal personality, test of ability or intelligence, test of interest or attitude, as well as information from personal interviews. പല സോഴ്സിൽ നിന്നും കൂടി എടുത്തിട്ടാണ് നമ്മൾ അസസ്മെന്റ് നടക്കുക. ചിലപ്പോൾ ഇന്റലിജൻസും എബിലിറ്റിയും നമ്മൾ അളക്കും, അതേസമയം ഇൻട്രസ്റ്റോട് ആറ്റിറ്റ്യൂഡ് അളക്കും, ഇന്റർവ്യൂ ചെയ്യും, ബൈസ്റ്റാൻഡറോട് ചെയ്യും. ഒരു കംപ്ലീറ്റ് ബിഗ് പിക്ചർ ആണ് അസസ്മെന്റ്. ടെസ്റ്റിംഗ് ഒരു സ്പെസിഫിക് ഏരിയ. Collectoral information is also collected about personal information collect ചെയ്യും, occupational information collect ചെയ്യും, അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി. ഇന്നലത്തെ ക്ലാസ്സിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു മെഡിക്കൽ ഹിസ്റ്ററി, such as from records from interviews with parents, spouses, teachers or previous therapists or physicians. അസസ്മെന്റിൽ എല്ലാം നമ്മൾ നോക്കും, അവരുടെ ഹിസ്റ്ററി, അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ്സ്, പിന്നെ അവരുടെ പാരന്റ്സിനോട്, അവരുടെ പ്രീവിയസ് തെറപ്പിസ്റ്റിനോട് ഒക്കെ നമ്മൾ ഡീറ്റെയിൽസ് എടുത്തിട്ടാണ് അസസ്മെന്റ് ചെയ്യുക. ടെസ്റ്റിംഗ് അങ്ങനെയാണ്. A psychological test is one of the source of data used within the process of assessment. Assessment ഒരു ഡാറ്റ കളക്ഷൻ ആണ്. അപ്പൊ അതിലൊരു ഈ 3 ചെയ്യുന്നതിനിടയിൽ നമ്മൾ IQ ടെസ്റ്റ് ചെയ്യുന്നത്, ഈ IQ മാത്രമാണ് ടെസ്റ്റിംഗ്. ഒരു സ്പെസിഫിക് ഏരിയ ടെസ്റ്റ് ചെയ്യുന്നതാണ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്. യൂഷ്വലി മോർ ദാൻ 1 ടെസ്റ്റ് ഇസ് യൂസ്ഡ്. IQ മാത്രമല്ല, EQ ഒക്കെ നമ്മൾ നോക്കും. Many psychologists do same level of measurement when providing series to clients or patients and may use of, for example, simple checklist to assess subtypes or symptoms. But psychological assessment is a more complex, detailed, in-depth process. Test എന്ന് പറയുന്നത് ശരിക്കും സിമ്പിൾ ചെക്ക് ഒരു ക്വസ്റ്റ്യനെയർ ഒക്കെ കൊടുത്ത് ഒന്ന് അസസ് ചെയ്യുന്ന, പക്ഷെ അസസ്മെന്റ് അങ്ങനെയല്ല, ബിഗ് പിക്ചർ ആണ്. എല്ലാ ഏരിയയും മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരെ പിന്നെ എന്താ പറയാ അസസ് ചെയ്യുന്നതിനാണ് അസസ്മെന്റ്. ഒരു ഏരിയ മാത്രമാകുമ്പോൾ അത് ടെസ്റ്റിംഗ് ആണ്. Typical types of focus for psychological assessment to provide a diagnosis for treatment setting, to assess a particular area of functioning or disability, or for school setting to help select a type of treatment or to assess treatment outcome, to help courts decide issues such as child custody or competency to stand trial, or to help assess job applications or employees and provide career development counseling or training. കണ്ടോ, ടിപ്പിക്കൽ ടൈപ്സ് ഓഫ് ഫോക്കസ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് സൈക്കോളജിക്കൽ അസസ്മെന്റ്. ബിഗ് പിക്ചർ എന്ന് പറഞ്ഞല്ലോ, എന്തൊക്കെയാണ് ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാൻ, അവർക്ക് ഏതാണ് രോഗം എന്ന് അറിയാൻ വേണ്ടി നമുക്ക് അസസ്മെന്റ് ചെയ്യാം, അവർക്ക് എവിടെയെങ്കിലും സ്കൂൾ സെറ്റിംഗിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന പറയാൻ അസസ് ചെയ്യാം, എന്ത് ട്രീറ്റ്മെന്റ് കൊടുക്കണം എന്ന് ചെയ്യാൻ വേണ്ടി അസസ് ചെയ്യാം. കോർട്ടിന് ചൈൽഡ് കസ്റ്റഡി, ഈ അമ്മക്ക് കുട്ടീനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി പല രാജ്യങ്ങളിലും അമ്മമാരെ പാരന്റ്സിനെ അസസ് ചെയ്യാറുണ്ട്. പേഴ്സണാലിറ്റി പ്രോബ്ലം ഉണ്ടോ, ഡിപ്രഷൻ ഒക്കെ ഉണ്ടോ നോക്കാറുണ്ട്. ഓക്കെ, പിന്നെ ട്രയല്, കോർട്ട് റൂമിന്റെ ട്രയൽ ഉണ്ടാവില്ലേ, അതിനാള് ഓക്കെ ആണോ, മാനസികപരമായിട്ട് ഫിറ്റ് ആണോ നോക്കാൻ വേണ്ടി അസസ്മെന്റ് ചെയ്യാറുണ്ട്. ജോബിന് എടുക്കാൻ വേണ്ടി അസസ്മെന്റ് ചെയ്യാറുണ്ട്. കരിയർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടും കൗൺസിലിംഗിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ അസസ്മെന്റ് ചെയ്യാറുണ്ട്. അതായത് ബിഗ് പിക്ചർ, അതായത് ഓവറോൾ പിക്ചർ ഒരാളെ പറ്റി ആഴത്തിലെടുക്കുന്നതിനാണ് സൈക്കോളജിക്കൽ അസസ്മെന്റ്. മെയിൻ ആയിട്ടും ഈ ഏരിയകളിലൊക്കെയാണ് നമ്മൾ അസസ്മെന്റ് ചെയ്യാറുള്ളത്. A distinction is there is an assessment and testing given by
ERA, APA, and NCME 1999. It defined assessment is a broader term referring to a process that integrates test information with information from other sources, example from schools, hospitals, etc. Historically, testing and assessment have been important foundations of counseling and applied psychology. Tests have important role both as to facilitate goals of counseling and for assessment. ഇനി ഡെഫിനിഷൻ, ഒരു ഡിസ്ട്രിക്റ്റ് ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത് എന്താണ്? അസസ്മെന്റ് എന്ന് പറയുന്നത് ഒരു ബ്രോഡർ ടേം ആണ്. നമ്മള് ടെസ്റ്റുകളുടെ ഒക്കെ ഇൻഫർമേഷൻസും ഇവാലുവേഷൻസും ഒക്കെ വെച്ചിട്ട് ബ്രോഡർ ആയിട്ടൊരു ചെയ്യുന്ന ടേം ആണ് എന്ത്? അസസ്മെന്റ്. ടെസ്റ്റിംഗ് എന്താണ്? ഒരു സ്പെസിഫിക് ഏരിയ, അതായത് കുറെ ടെസ്റ്റിങ്ങിന്റെ റിസൾട്ടും ബാക്കിയുള്ള കുറെ ആധികാരികമായിട്ടുള്ള പിന്നെ ഇൻഫർമേഷൻസ് ഒക്കെ കൂടെ ചേർന്നതാണ് അസസ്മെന്റ്. അല്ല, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയാസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ടെസ്റ്റ് ആയിക്കോട്ടെ അസസ്മെന്റ് ആയിക്കോട്ടെ രണ്ടും കൗൺസിലിംഗിൽ വളരെ പ്രാധാന്യപ്പെട്ട ഒന്നാണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറയോ ഓക്കെ ആണോന്ന്? ഡൗട്ട് ചോദിച്ചോട്ടെ. ചോദിച്ചോ. നമ്മുടെ നാട്ടിലും കുട്ടികളെ ദത്തെടുക്കുന്നതിന് ഇങ്ങനെ കൗൺസിലറുടെ ഇതുണ്ടോ? അതെനിക്ക് ശരിക്കും അറിഞ്ഞൂടാ. അതിന്റെ എന്തായാലും സൈക്കോളജിസ്റ്റ് അസസ് ചെയ്തിട്ടൊന്നും അല്ല കൊടുക്കാറുള്ളത്. അല്ല, കാര്യമേ അങ്ങനെ വല്ല കേസും നമ്മുടെ കയ്യിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്തെങ്കിലും ചെക്ക് ലിസ്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതായിരുന്നു. ഇല്ല, നമ്മളെടുത്തത് വരാൻ ചാൻസ് കുറവ്. അതൊക്കെ ഗവൺമെന്റിന്റെ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരമാണ് അത് പോകാറുള്ളത്. ഓക്കെ. എന്റെ ഗ്രേറ്റ് അങ്കിള് അഡോപ്റ്റ് ചെയ്തതാണ്. ലീഗലി പോലും അവരുടെ പാരന്റ്സിന്റെ പേരിൽ എന്റെ അങ്കിളുടെയും ആണ്ടിന്റെയും പേരാണുള്ളത്. നമ്മുടെ സ്വത്തൊക്കെ ഓൾറെഡി പ്രസന്റഡ് ആണ്. ലൈക്ക് പുള്ളിക്കാരന്റെ സ്വത്തും കാര്യങ്ങളൊക്കെ പ്രസന്റഡ് ആണ്. കുട്ടിക്കുള്ളതൊക്കെ ആദ്യമേ അത് മാറ്റിവെച്ച് അങ്ങനത്തെ കോർട്ട് വഴിയാണ് അതൊക്കെ. ഇനിയിപ്പോ കുഞ്ഞിനെ എവിടെ ഈ പിന്നെ അഡോപ്റ്റഡ് പാരന്റ്സിന് എവിടെയൊക്കെ സ്വത്തുണ്ട് അത് കോടതി മേടിച്ചു കൊടുക്കും. സ്വന്തം കുട്ടികൾക്ക് നമ്മൾ കൊടുത്തില്ലെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ അഡോപ്റ്റഡ് കുട്ടികൾക്ക് കൊടുക്കലും നിർബന്ധമാണ്. അങ്ങനെയുള്ള കുറെ നൂലാമലകളുണ്ട്. ഈ ഒരു സംഭവം ഞാൻ ഇതിനെ കേട്ടിട്ടില്ല. അവരെടുത്തിട്ട് കുറച്ച് കാലമായി. ഇപ്പൊ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഡിഫറൻസ് ബിറ്റ്വീൻ സൈക്കോളജിക്കൽ അസസ്മെന്റ് ആൻഡ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് വെട്ടിക്കോളോ. അസസ്മെന്റ് ഇസ് എ ബ്രോഡർ ടേം ആണ്. ടെസ്റ്റിംഗ് ഇസ് എ നാരോ ടേം ആണ്. Assessment is a process of collecting information through various techniques. അവിടെ ഫോർമൽ, ഇൻഫോർമൽ, ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ് ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് അസസ്മെന്റിൽ നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. നേരെ മറിച്ച് ടെസ്റ്റിംഗോ സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊസീജിയർ ഓഫ് മെഷർമെന്റ് ഡിസൈൻഡ് ടു മെഷർ ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് എബിലിറ്റി, പേഴ്സണാലിറ്റി, ആപ്റ്റിറ്റ്യൂഡ്, ഇൻട്രസ്റ്റ്. ഓരോന്നിലും ഓരോ സ്റ്റാൻഡർഡൈസ്ഡ് ഫോർമാറ്റ് ആണ്. ഒരുപാട് മെത്തേഡ് ഒന്നുമില്ല. പേഴ്സണാലിറ്റി ആണെങ്കിൽ പേഴ്സണാലിറ്റിയുടെ ഒരു ടെസ്റ്റ് എടുത്ത് നമ്മൾ ചെയ്യും. ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ ആപ്റ്റിറ്റ്യൂഡിന്റെ ടെസ്റ്റ്. ഒത്തിരി എണ്ണത്തിൽ നിന്ന് നല്ല ഉത്തരത്തിലേക്ക് എത്താം. ഓരോരോ ടെസ്റ്റുകളാണ് ഉണ്ടാവുക. ഇനി പ്രൊഫഷണൽ സൈക്കോളജിക്കൽ അസസ്മെന്റ് യൂഷ്വലി ഓൾസോ ഇൻക്ലൂഡ്സ്. പ്രൊഫഷണൽ സൈക്കോളജിക്കൽ അസസ്മെന്റിൽ ഇന്റർവ്യൂ, ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻസ്. ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻ ഉപയോഗിക്കുന്ന പേര്, വീട്, ഏജ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. മെഡിക്കൽ ഇൻഫർമേഷൻസ്, പേഴ്സണൽ ഹിസ്റ്ററി, ഒബ്സർവേഷൻ ബൈ അതേഴ്സ്, ബൈ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. പക്ഷേ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ്, for example, intelligence test, personality test or mental health test occurs as part of the process of psychological assessment. ഈ അസസ്മെന്റിന്റെ ഒരു ഭാഗമായിട്ടാണ് ടെസ്റ്റ് നമ്മൾ ചെയ്യാറുള്ളത്. ഇനി നോക്കിക്കേ, അസസ്മെന്റ് an extremely complex process ആണ് of solving problems, answering questions, in which psychological tests are often used as one of methods of collecting relevant data. കോംപ്ലക്സ് ഒത്തിരി ഏരിയയിൽ നിന്ന് നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഏത് അസസ്മെന്റ് എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഭാഗമാണ് ടെസ്റ്റിംഗ്. ഇവിടെ നോക്കിയേ, an objective and standardized measure of sample behavior മാത്രമാണ്. ഒരു ഒബ്ജക്റ്റീവ് ആണ്, സ്റ്റാൻഡർഡൈസ്ഡ് മെഷർ. ഇനി ഇൻഫർമേഷൻ കളക്ടഡ് അബൌട്ട് ക്ലയന്റ്സ് ബിഹേവിയർ ഇസ് മോർ ആക്യുറേറ്റ് ആൻഡ് ഇസ് ഡീറ്റെയിൽഡ് ആണ് അസസ്മെന്റിൽ. നേരെ മറിച്ച് ഇൻഫർമേഷൻ കളക്ടഡ് ഇസ് ബേസ്ഡ് ഓൺ ടെസ്റ്റ് ഓൺലി, സോ ലിറ്റിൽ ഇസ് നോട്ട് അബൌട്ട് ദ ക്ലയന്റ്. ടെസ്റ്റ് മാത്രം ചെയ്യുമ്പോൾ ടെസ്റ്റിന് ഉത്തരം മാത്രമേ കിട്ടുള്ളൂ. ഡീറ്റെയിൽ ഒരു ഐക്യു ചെയ്തു, ഐക്യു 120 ആണെന്ന് വെച്ചാൽ ഐക്യു മാത്രമേ കിട്ടുന്നുള്ളൂ. ആളുടെ ബാക്കിയുള്ള പേഴ്സണാലിറ്റി, അവരുടെ ബൈസ്റ്റാൻഡേഴ്സ് പറഞ്ഞ കാര്യം, ഇതൊന്നും നമുക്ക് ടെസ്റ്റിലൂടെ കിട്ടത്തില്ല. ഇനി നോക്കിക്കേ, refers to any method used to measure characteristics of people, programs or objects. ഇവിടെ it is a task upon which people are asked to try their best. കണ്ടോ, ഇവിടെ എല്ലാം നോക്കുന്നുണ്ട്. ഇവിടെ അവരുടെ ബെസ്റ്റ് നോക്കാണ്. ആപ്റ്റിറ്റ്യൂഡ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, they measure maximum performance ആണ് ടെസ്റ്റ് നോക്കുന്നത്. ഇവിടെ എന്താണ്
മാക്സിമം പെർഫോമൻസ് അല്ല, ടിപ്പിക്കൽ പെർഫോമൻസ് ആണ് അസസ്മെന്റിൽ നോക്കുന്നത്. The assessment process combines and evaluates all information gathered about individual. ഈ എല്ലാ പിന്നെ ബൈസ്റ്റാൻഡേർഡ് ചോദിക്കുന്നത് മെഡിക്കൽ റെക്കോർഡും പിന്നെ അവർ പറയുന്ന ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഈ പിക്ചർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ടെസ്റ്റ് പ്രൊവൈഡ്സ് ഓൺലി പാർട്ട് ഓഫ് ദി പിക്ചർ അബൌട്ട് ദി പേഴ്സൺ. ഒരു പാർട്ട് മാത്രം. ഇന്റലിജൻസ് ആണെങ്കിൽ ഇന്റലിജൻസ് മാത്രം കിട്ടും, ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് മാത്രം കിട്ടും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി purpose of psychological testing. ഒരു psychological testingന്റെ purpose എന്തൊക്കെയാണെന്നാണ്. Psychological tests are used to assess a variety of mental abilities and attributes, including achievement and ability, personality and neurological function. കണ്ടോ, നമ്മൾ അവരുടെ ഏതെങ്കിലും ഒരു പാർട്ട് അളക്കുകയാണ് ചെയ്യുന്നത്. വെറൈറ്റി ഓഫ് മെന്റൽ അബിലിറ്റീസ് അളക്കുന്നുണ്ട്, ഓരോന്നും ഓരോന്നായിട്ട്. ആട്രിബ്യൂട്ട്സ്, ഇൻക്ലൂഡിങ് അച്ചീവ്മെന്റ്സ്, അബിലിറ്റി, പേഴ്സണാലിറ്റി, ന്യൂറോളജിക്കൽ ഫങ്ഷനിങ്, ഇതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഫോർ ചിൽഡ്രൻ, academic achievement, ability and intelligence test may be used as a tool of school placement in determining the presence of a learning disability or a developmental delay, in identifying giftedness or in tracking intellectual development. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഏത് സ്കൂളിൽ വിടണം എന്ന് നോക്കാൻ, സ്പെഷ്യൽ സ്കൂളിൽ വിടണമോ അതോ സാധാ സ്കൂളിൽ വിട്ടാൽ മതിയോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇന്റലിജൻസ്, അബിലിറ്റി, അച്ചീവ്മെന്റ് ഒക്കെ നമ്മൾ അക്കാഡമിക് അച്ചീവ്മെന്റ് ഒക്കെ നമ്മൾ നോക്കാറുണ്ട്. പുറത്തതൊക്കെ നോക്കാറുണ്ട് കേട്ടോ. കാരണം നമ്മുടെ നാട്ടിലൊക്കെ കുറെ കഴിഞ്ഞിട്ടാണ് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടോന്നൊക്കെ SSCയിലും കണ്ടെത്തലൊക്കെ. പുറത്തൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ ചെയ്യും. അതത് സ്കൂളുകളിലേക്ക് അവരെ റിക്രൂട്ട് ചെയ്യുകയും ചെയ്യും. Intelligence testing may also be used with teenagers and young adults to determine vocational ability. കരിയർ കൗൺസിലിംഗിന്റെ കേസിലും ഇന്റലിജൻസ് ടെസ്റ്റിംഗ് ഉപയോഗിക്കാറുണ്ട്. പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉപയോഗിക്കുന്നത് വൈഡ് വെറൈറ്റി ഓഫ് റീസൺസ് ആണ്. സൈക്കോപാത്തോളജി ഉണ്ടോ നോക്കാൻ വേണ്ടി, ഡിസോർഡർ ഏതെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടി പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്യാറുണ്ട്. ജോബ് കാൻഡിഡേറ്റ്സ്, മിലിറ്ററിയിലൊക്കെ പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്യാറുണ്ട്. They may be used in an education settings to determine personality strength and weakness. അപ്പൊ ടെസ്റ്റിംഗ് ചെയ്യുന്നതാണ് വെറൈറ്റി ഓഫ് മെന്റൽ അബിലിറ്റീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ സ്കൂൾ കുട്ടികളിലാണെങ്കിൽ അക്കാഡമിക് അച്ചീവ്മെന്റ്, ഇന്റലിജൻസ്, അബിലിറ്റി ഒക്കെ ആണ് നോക്കുന്നത്. അവരെ ഏത് സ്കൂളുകളിലേക്ക് വിടണമെന്ന് തീരുമാനിക്കാൻ. ഇനി ഇന്റലിജൻസ് ടെസ്റ്റുകൾ ടീനേജേഴ്സിൽ ചെയ്യുന്നത് കരിയർ കൗൺസിലിംഗിന്റെ ഒക്കെ ഭാഗമായിട്ടാണ്. ഇനി പേഴ്സണാലിറ്റി ടെസ്റ്റ് ഒരുപാട് കാര്യങ്ങൾക്ക് ചെയ്യാറുണ്ട്. എന്തെങ്കിലും രോഗം ഉണ്ടോ എന്ന് കണ്ടെത്താൻ സൈക്കോപാത്തോളജി, പേഴ്സണാലിറ്റി ഡിസോർഡറോ ഡിപ്രസീവ് ഡിസോർഡർ ഉണ്ടോ എന്ന് കണ്ടെത്താൻ ഉപയോഗിക്കാറുണ്ട്. ജോബ് കാൻഡിഡേറ്റ്സിനെ സ്ക്രീൻ ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ സ്കൂളിലൊക്കെ പേഴ്സണാലിറ്റി സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഒക്കെ മനസ്സിലാവാനും എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. A test is used in counseling or guidance for a training and development is considered good if the following can be said. നമ്മൾ കൗൺസിലിങ്ങിനോ ഗൈഡൻസിനോ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റ് ഗുഡ് ആണെന്ന് പറയല് ഈ വക ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ആ ഒരു ടെസ്റ്റിന് ഉണ്ടെങ്കിലാണ്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, the test measures what it claim to measure. അതായത് എന്താണോ ക്ലെയിം ചെയ്യുന്നത് അത് തന്നെ അയക്കണം. ഇന്റലിജൻസ് തന്നെ ആണെങ്കിൽ ഇന്റലിജൻസ് തന്നെ ടെസ്റ്റ് ചെയ്യണം. പേഴ്സണാലിറ്റി ആണെങ്കിൽ പേഴ്സണാലിറ്റി, EQ ആണെങ്കിൽ EQ. For example, a test of mental ability does in fact measure mental ability and not some other characteristics. Mental ability ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ mental ability അവിടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്യരുത്. അതുപോലെ the test measures what it claims to measure consistently or reliability. അതായത് സ്കോറിലെ വ്യത്യാസം വരാൻ പാടില്ല. This means that if a person were to take the test again, the person would get a similar test score. സ്കോറിലെ വലിയ വ്യത്യാസം വരാൻ പാടില്ല. ഇനി a test is purpose relevant. Purpose വെറുതെ ഒരാൾ ഐക്യം ടെസ്റ്റ് ചെയ്ത് പേർപ്പസിന് വേണ്ടിയിട്ടുള്ളതായിരിക്കണം. In other words, the test measures one or more characteristics that are important to specific career decision or for predicting or monitoring training and development outcomes. എന്തെങ്കിലും ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടോ കരിയർ ഡിസിഷൻ വെറുതെ ഒരാളെ ടെസ്റ്റ് ചെയ്യരുത്. പേർപ്പസിന് അനുസരിച്ചായി. ഇനി by using the test, more effective decision can be made by and about individuals. ആ ടെസ്റ്റ് വെച്ചിട്ട് ആ ഒരു വ്യക്തിനെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടന്റ് ഡിസിഷൻ എടുക്കാൻ പറ്റണം. ഇയാൾക്ക് ഐക്യ കുറവാണ്, സ്പെഷ്യൽ സ്കൂളിൽ വിടണം, ഇയാള് ഈ ഒരു മിലിറ്ററി ജോബിന് സാറ്റിസ്ഫൈഡ് അല്ല അല്ലെങ്കിൽ ഫിറ്റ് അല്ല, കേട്ടോ. ഒരു ഇമ്പോർട്ടന്റ് ഡിസിഷൻ അവരുടെ കാര്യത്തിൽ എടുക്കാൻ വേണ്ടി പറ്റണം ഈ ടെസ്റ്റ് വെച്ചിട്ട്. ഫോർ എക്സാമ്പിൾ, an interest inventory help you to guide a client toward career in which he or she is more likely to be satisfied. A mechanical aptitude test may help you predict
who would benefit from mechanical training. കേട്ടോ, ഒരു ഇൻട്രസ്റ്റ് ടെസ്റ്റ് നടത്തിയാൽ അവർക്ക് ഏത് ഇൻട്രസ്റ്റ് ആണെന്ന് പറഞ്ഞു കൊടുത്ത് അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കോഴ്സിലേക്ക് വിടാനെന്ന് നമ്മളെ കൊണ്ട് പറ്റണം. ഒരു ആപ്റ്റിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ ഏത് കോഴ്സാണ് അവർക്ക് ബെനിഫിറ്റ് ആവാന്ന് പറഞ്ഞു കൊടുക്കുക. അതായത് അവരുടെ ജീവിതത്തിൽ ഒരു ഡിസിഷൻ എടുക്കാൻ തക്കത്തിലുള്ള ഒരു റിസൾട്ട് പറഞ്ഞു കൊടുക്കാൻ ഈ ടെസ്റ്റിനെ കൊണ്ട് സാധിക്കും. അപ്പൊ എന്തൊക്കെയാണ്? വാലിഡിറ്റി വേണം, റിലയബിലിറ്റി വേണം, പേർപ്പസ് റെലവെന്റ് ആയിരിക്കണം. ഈ ഒരു ടെസ്റ്റിന്റെ റിസൾട്ട് വെച്ച് അവർക്ക് ഇഫക്റ്റീവ് ഡിസിഷൻ അവരുടെ ജീവിതത്തിൽ എടുക്കാൻ വേണ്ടി പറ്റണം. ഓക്കെ ആണോ? ഇനി പറയാൻ പോകുന്നത് ടെസ്റ്റിന്റെ ടൈപ്സ് ആണ്. ഒത്തിരി സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉണ്ട്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ടൈപ്സ് ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റസ്. ദ സൈക്കോളജിക്കൽ ടെസ്റ്റ് vary in their content as well as the way they are administered. കണ്ടന്റും എങ്ങനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതനുസരിച്ച് വളരെ വ്യത്യസ്തപ്പെട്ട ടെസ്റ്റുകൾ ഒത്തിരി ഉണ്ട്. ദസ് there are verbal test and non-verbal test ഉണ്ട്, പവർ ടെസ്റ്റ് ഉണ്ട്, സ്പീഡ് ടെസ്റ്റ് ഉണ്ട്, ഗ്രൂപ്പ് ടെസ്റ്റ് ഉണ്ട്, ഇൻഡിവിജ്വൽ ടെസ്റ്റും ഉണ്ട്. Psychological tests can be of various types such as achievement test, aptitude, mental ability test, interest inventory, personality inventories. ഒത്തിരി ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് ടൈപ്പ് ആണ് ഇന്റലിജന്റ് ടെസ്റ്റ്. ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റും കൂടിയാണ് കേട്ടോ ഇന്റലിജന്റ് ടെസ്റ്റ്. IQ test purports to be measure of intelligence. IQ or cognitive test and achievement test are common norm referred tests. In these type of tests, a series of tasks is presented to the person being evaluated and the person's response are graded according to carefully prescribed guidelines. കണ്ടോ, IQ ടെസ്റ്റിൽ നമ്മൾ എന്താണ്, ഒരു സീരീസ് ഓഫ് ടാസ്കുകൾ ക്ലയന്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കും. എന്നിട്ട് അവരുടെ ആ ചെയ്യിപ്പിച്ചതിന്റെ റിസൾട്ട് നമ്മൾ പ്രിസ്ക്രൈബ്ഡ് ഗൈഡ്ലൈൻസ് വെച്ചിട്ട് അസസ് ചെയ്തിട്ട് സ്കോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. After the test is completed, the result can be complied and compared to the response of a non-group. നമ്മളെ നോൺ ഗ്രൂപ്പിനെ വെച്ചിട്ടാ ഇത്ര ആണ് മാർക്ക്, 12 വയസ്സുള്ള കുട്ടിക്ക് 120 മാർക്ക്. അപ്പൊ അത് ഏതാണ്, ആവറേജ് ആണോ, അബവ് ആവറേജ് ആണോ? Usually composed of people of the same age or grade level as the person being evaluated. നമ്മൾ കമ്പയർ ചെയ്യാൻ ആരെ വെച്ചിട്ടാണ്? സെയിം ഏജ് ഉള്ള അല്ലെങ്കിൽ സെയിം ഗ്രേഡ് ക്ലാസ് ഉള്ള കുട്ടികളുടെ മാർക്കൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമ്മൾ എന്താക്കുക, ഇവരുടെ ലെവല് പറഞ്ഞു കൊടുക്കുക. ആ കമ്പയർ ചെയ്യാൻ വേണ്ടി സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള നോം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ ടെസ്റ്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് തന്നെ. IQ test, which contain a series of tasks, typically divide the task into verbal and non-verbal and performance. ഈ IQ ടാസ്കുകൾ അല്ല, സീരീസ് ഓഫ് ടാസ്ക് 3 ടൈപ്പ് ആണ് ഉണ്ടാവും. വെർബൽ ടാസ്ക് ഉണ്ടാവും, നോൺ വെർബൽ ടാസ്ക് ഉണ്ടാവും, പെർഫോമൻസ് ടാസ്കും ഉണ്ട്. Some of the important IQ test, Stanford Binet Intelligence Scale ഉണ്ട്, Wechsler Adult Intelligence Scale ഉണ്ട്, Droyman ഉണ്ട്, Bhattacharya's Battery for Performance of ഉണ്ട്, Test of Intelligence ഉണ്ട്, Raven's Progressive Matrices ഒക്കെ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട്. നമ്മൾ ഇവിടെ ആണെങ്കിൽ ബിനെറ്റ് കാമത്ത്, വിൻലൻഡ്, മിസീക്ക് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. IQ ഇന്ത്യയിൽ ബിനെറ്റ് കാമത്ത്, മിസീക്ക്, വിൻലൻഡ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഇതൊരു ഇന്റർനാഷണൽ ടെസ്റ്റുകളൊക്കെ ആട്ടോ. ബേസും ഉപയോഗിക്കാറുണ്ട്. വെഷ്ലർ അഡൽട്ട് ഇന്റലിജൻസ് സ്കെയിലും നമ്മുടെ ആൾക്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഒരാളുടെ ഇന്റലിജൻസ് അളക്കാൻ കോമൺ ആയിട്ടുള്ള ഒരു സീരീസ് ഓഫ് ടാസ്കുകൾ പ്രസന്റ് ചെയ്ത് അതിലൂടെ അവരുടെ സ്കോർ കണ്ടെത്തി ആ സ്കോർ നോംസുമായിട്ട് കമ്പയർ ചെയ്ത് ഒരാളുടെ IQ അസസ് ചെയ്യുന്നതിനാണ് ഇന്റലിജന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒത്തിരി ഇന്റലിജന്റ് ടെസ്റ്റ് ഉണ്ട്. കുറച്ച് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. സ്റ്റാൻഫോർഡ് ബിനെറ്റ് ഇന്റലിജൻസ് സ്കെയില്, വെഷ്ലർ അഡൽട്ട് ഇന്റലിജൻസ് സ്കെയില്, ഡ്രോയ്മാൻ, ഭാട്ടിയ, റാവൻസ് പ്രോഗ്രസീവ് മെട്രിസസ്. ഓക്കെ ആണോ? ഈ റാവൻസ് പ്രോഗ്രസീവ് മെട്രിസസ് എങ്ങനെയാണെന്ന് അറിയോ? കുറച്ച് മെട്രിസസ് തരും, എന്നിട്ട് അതിൽ ഒരെണ്ണം മിസ്സിംഗ് ആയിരിക്കും. എന്നിട്ട് ആ ഓപ്ഷൻ ഒരെണ്ണം കണ്ടുപിടിക്കണം. ആദ്യം സിമ്പിൾ ആയിരിക്കും, പിന്നെ വലുതായിട്ട് വരാൻ കാണിച്ചു തരാം. കണ്ടോ, ഇത് റാവൻസിലെ ഒരു പിക്ചറാണ് കേട്ടോ. കണ്ടോ, ഇത് 9 എണ്ണം 8 എണ്ണം തന്നിട്ടുണ്ട്. ഈ 9ാമത്തത് ഈ ഓപ്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഇതാണ് റാവൻസ് പ്രോഗ്രസീവ് മെട്രിസസ്. ഓക്കെ ആണോ? ഇന്റലിജന്റ് ടെസ്റ്റ്. ഇനിയാണ് ടെസ്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. Test of interest assess the likes and dislikes of the client, where aptitude test aim to measure the potential of the client in the particular field. കാരണം ഇൻട്രസ്റ്റ് ഏതൊക്കെ ലൈക്സും ഡിസ്ലൈക്കും നോക്കിയിട്ട് ഇവരുടെ ഇൻട്രസ്റ്റ് ഏതാണ് കണ്ടെത്തുന്ന ടെസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. അഭിരുചി കണ്ടെത്തുന്ന ടെസ്റ്റ് ആണ് ആപ്റ്റിറ്റ്യൂഡ്. അതായത് ഈ പെർട്ടിക്കുലർ ഫീൽഡിൽ, ഇപ്പൊ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ ഇയാൾക്ക് അഭിരുചി ഉണ്ടോ, മെഡിക്കൽ ഫീൽഡിൽ ഇയാൾക്ക് അഭിരുചി ഉണ്ടോ നോക്കുന്നതാണ് ആപ്റ്റിറ്റ്യൂഡ്. അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ നോക്കുന്നതാണ് ഇൻട്രസ്റ്റ്.
These are mainly used for educational and vocational counseling. Interest and aptitude test. Example of interest test are strong vocational, strong strong vocational interest blank. Kooder performance record interest commonly used in the aptitude test, DAT, differential aptitude test, DB, DA. ഇനി ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഒരു വസ്തുവിനോട് അല്ലെങ്കിൽ ഒരാളോട് വ്യക്തിക്കുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്, അതായത് റെഡിനെസ് എന്താണ് നോക്കുന്നതാണ് ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. Attitude test assess an individual's feeling about an event, person, or object. Attitude skills are used in marketing to determine individual and group preference for brands or item. മാർക്കറ്റിംഗിന്റെ കേസിൽ അവരുടെ അഭിരുചി അറിയാനും, അഭിരുചി അല്ല, അവരുടെ ആറ്റിറ്റ്യൂഡ്, ഇന്നൊരു വ്യക്തിനോട്, ഒരു ഇവന്റിനോട്, ഒരു ഒബ്ജക്റ്റിനോട് ഇവരുടെ ഒരു താല്പര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ടിപ്പിക്കലി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കൊടുക്കുന്നത് തേഴ്സ്റ്റഡ് സ്കെയിൽ ഓർ ലിക്കേർഡ് സ്കെയിൽ ആണ്, സ്പെസിഫിക് ഐറ്റത്തിനെ വെച്ചിട്ട് കൊടുക്കാറുണ്ട്. ആറ്റിറ്റ്യൂഡ് ടെസ്റ്റും സൈക്കോളജിക്കൽ ടെസ്റ്റിന്റെ ഒരു ഉദാഹരണമാണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? പറഞ്ഞേ. ഇനി അച്ചീവ്മെന്റ് ടെസ്റ്റ്, അതായത് ഇവർക്ക് അച്ചീവ് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്ന് നോക്കാനുള്ളതാണ് അച്ചീവ്മെന്റ് ടെസ്റ്റ് കൊടുക്കുന്നത്. അച്ചീവ്മെന്റ് ടെസ്റ്റ് മെഷർ ദ ഇൻഡിവിജ്വൽസ് പെർഫോമൻസ് ഇൻ എ പെർട്ടിക്കുലർ ഏരിയ. പെർട്ടിക്കുലർ ഏരിയയിൽ അച്ചീവ് ചെയ്യാനുള്ള കഴിവ്, മാത്സിൽ അച്ചീവ് ചെയ്യാനുള്ള കഴിവുണ്ടോ, അങ്ങനെ. Assess the acquisition of knowledge and skills by individual after the completion of the course training. അത് നോക്കണേ, ഒരു കോഴ്സും ട്രെയിനിങ്ങും കൊടുത്ത ശേഷം ഈ ഏരിയയിൽ നമ്മൾ നടത്തുന്നതാണ്. അത് കോഴ്സും ട്രെയിനിങ് കൊടുക്കും, എന്നിട്ട് ഇവർക്ക് അച്ചീവ് ചെയ്യാനുള്ള കഴിവുണ്ടോ. പരീക്ഷയൊക്കെ ഒരു അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണെന്ന് പറയാം. Achievement test can be standardized or informal achievement test made by teachers. Achievement tests help in finding out the student's strength and weakness in particular area and assessing students' performance over a period of time. LD കുട്ടികൾക്ക് നമ്മൾ കുറെ LD കോച്ചിങ് ഒക്കെ കൊടുത്ത ശേഷം ഒരു അച്ചീവ്മെന്റ് ടെസ്റ്റ് നടത്താറുണ്ട്. അവർക്ക് പ്രോഗ്രസ് ഉണ്ടോ ഇല്ലയോ, അതായത് കോച്ചിങ് കൊടുത്തിട്ട് വലിയ വ്യത്യാസം ഉണ്ടോ എന്ന് മനസ്സിലാക്കുക. ഇനി ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റസ് ആണ്. These tests consist of specifically designed tasks used to measure psychological function, not to be linked to particular brain structure or pathway. ഓരോ ബ്രെയിൻ പാത്വേ, ഏതെങ്കിലും ഇഞ്ചുറി ഒക്കെ ഉള്ളവർക്ക് ഏതെങ്കിലും പാത്വേ പോയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആ ഏരിയയിലുള്ള സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് കൊടുക്കുന്നതിനാണ് ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. സ്ട്രോക്ക് വന്നവർക്കൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ. They are typically used to assess impairment after an injury or illness known to affect neurocognitive functioning, or when used in research to contrast neuropsychological abilities across experimental groups. അതായത് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇഞ്ചറിയോ ഇൽനെസ്, ഇപ്പൊ ട്യൂമർ ഒക്കെ വന്നിട്ട് സർജറി ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഭാഗം ഫംഗ്ഷനിങ് പോയിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ, സൈക്കോളജിക്കൽ ഫംഗ്ഷനിങ് ഈ ഇൽനെസിന്റെയോ ഇഞ്ചറിയുടെയോ ഭാഗമായിട്ട് ഏതെങ്കിലും ഫംഗ്ഷനിങ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റിംഗ് ആണ് എന്ത്, ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റ്. ഓക്കെ ആണോ? പറഞ്ഞേ. ഇനി പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. പേഴ്സണാലിറ്റി അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒത്തിരി പറഞ്ഞു കഴിഞ്ഞതാണ് അല്ലെ. പേഴ്സണാലിറ്റി ടെസ്റ്റ് ആൻഡ് ഇൻവെന്ററീസ് ഇവാലുവേറ്റ് ദ തോട്ട്സ്, ഇമോഷൻസ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ബിഹേവിയറൽ ട്രൈറ്റ്സ് ദാറ്റ് കംപ്രൈസ് പേഴ്സണാലിറ്റി. ഒരാളുടെ പേഴ്സണാലിറ്റിനെ കംപ്രൈസ് ചെയ്യുന്ന മൊത്തത്തിൽ എടുക്കുന്ന രീതിയിലുള്ള അവരുടെ തോട്ട്സ്, ഇമോഷൻസ്, ആറ്റിറ്റ്യൂഡ്, ബിഹേവിയറൽ ട്രൈറ്റ് എല്ലാം കൂടി മെഷർ ചെയ്തിട്ട് അവരുടെ പേഴ്സണാലിറ്റി കണ്ടെത്തുന്ന രീതിയിലുള്ള ടെസ്റ്റ് ആണ് പേഴ്സണാലിറ്റി ടെസ്റ്റ്. The result of these tests can help determine a child's personality strength, weakness, and may identify certain disturbance in personality. കണ്ടോ, ഒരാളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും പേഴ്സണാലിറ്റിയുടെ മനസ്സിലാക്കാനും, സൈക്കോളജിക്കലി ഡിസ്റ്റർബ്ഡ് ആണോ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസ്റ്റർബ്ഡ് ആണോ, എന്തെങ്കിലും രോഗം ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സൈക്കോളജിക്കൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് ടിപ്പിക്കലി ഉപയോഗിക്കാറുള്ളത്. Psychological measures of personality consist of rating scale ഉണ്ട്, സെൽഫ് റിപ്പോർട്ട് മെഷർ ഉണ്ട്, ഫ്രീ റെസ്പോൺസ് മെഷർ ഉണ്ട്, പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ റോഷാർക്ക്, DAT പോലുള്ളതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇനി ഒബ്ജക്റ്റീവ് ടെസ്റ്റ്, ദാറ്റ് ഇസ് റേറ്റിംഗ് സ്കെയിൽ ഓർ സെൽഫ് റിപ്പോർട്ട് മെഷർ. ദീസ് ഹാവ് എ റെസ്ട്രിക്റ്റഡ് റെസ്പോൺസ് ഫോർമാറ്റ്, യെസ്, നോ, അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും ആൻസേഴ്സ്. ഈ ആൻസേഴ്സ് ഓൾറെഡി തരും, ഇതിൽ നിന്നൊന്ന് സെലക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാകത്തുള്ളൂ. Such as allowing for true or false answers, or rating, അതായത് 1 to 10 വരെ റേറ്റ് ചെയ്യാൻ, or ordinal scale. Prominent example of objective personality test വരുന്നത് MMPI, Minnesota Multi-Phase Personality Inventory, MCMI, Child Behavioral Checklist ഒക്കെയാണ് ഇതിൽ വരുന്നത്. Objective personality tests can be designed for use in organization for potential employees such as NEO-PI 16PF. കണ്ടോ, ഓർഗനൈസേഷനിൽ ഒരാളെ എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ഓർഗനൈസേഷൻ സെറ്റിംഗ്സിലൊക്കെ ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റീവ് ടെസ്റ്റ് NEO-PI.
നിയോ പേഴ്സണാലിറ്റി ഇൻവെന്ററി, 16 പേഴ്സണാലിറ്റി ഫാക്ടർ പോലെയുള്ളതാണ്. ആൻഡ് ഒക്യുപേഷണൽ പേഴ്സണാലിറ്റി ക്വസ്റ്റ്യനെയർ ഒക്കെ ഓർഗനൈസേഷനിൽ ഉപയോഗിക്കാറുണ്ട്. All of which are based on big 5 factor. ഈ NEOPI ആയിക്കോട്ടെ, പിന്നെ ഒക്യുപേഷണൽ പേഴ്സണാലിറ്റീസ് ക്വസ്റ്റ്യനെയർ ഒക്കെ നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ബിഗ് 5 ഫാക്ടർ മോഡലിന്റെ ഉണ്ട്. അപ്പൊ ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു സ്പെസിഫിക് ആൻസേഴ്സ് ഓൾറെഡി പ്രൊവൈഡ് ചെയ്ത് അതൊന്ന് ചൂസ് ചെയ്തിട്ട് അതിൽ നിന്ന് അവരുടെ എന്തെങ്കിലും അളക്കാനാണെങ്കിൽ ഒബ്ജക്റ്റീവ് ടെസ്റ്റിംഗ്, അതായത് റേറ്റിംഗ് സ്കെയിലും സെൽഫ് റിപ്പോർട്ട് മെഷറും ആണ് ഉപയോഗിക്കാൻ. ഓക്കെ ആണോ? ഇത് പേഴ്സണാലിറ്റി ടെസ്റ്റിന്റെ അണ്ടറിൽ വരുന്ന പോലെയുള്ള ടെസ്റ്റുകളാണ് കേട്ടോ. ഇനി പ്രൊജക്റ്റീവ് ടെസ്റ്റ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വാഗ് ആയിട്ടുള്ള അംബിഗേഷ്യസ് ആയിട്ടുള്ള ഒരു പിക്ചറോ എന്തെങ്കിലും കൊടുത്തിട്ട് അതിനെപ്പറ്റി അവരോട് റോഷാർക്കിംഗ് ബ്ലോട്ട് പോലെയുള്ള. ഒബ്ജക്റ്റീവ് റെസ്പോണ്ട് ടെസ്റ്റിന്റെ ഫ്രീ റെസ്പോണ്ട് മെഷർ എന്ന് പറയും. അറ്റംപ്റ്റ് ടു മെഷർ പേഴ്സണാലിറ്റി ബേസ്ഡ് ഓൺ theory that individuals tend to project their own unconscious attitude into ambiguous situation. നമ്മളൊരു ambiguous situations കൊടുത്തിട്ട് അവിടെ അൺകോൺഷ്യസിലുള്ള കാര്യങ്ങൾ പുറത്തോട്ട് കൊണ്ടുവരുന്ന രീതിയിലുള്ള, അതായത് ചിലപ്പോൾ ഒരു ഇങ്ക് ബ്ലോട്ട് ആവാം, ഒരു പിക്ചർ ആവാം, അത് കാണിച്ചിട്ട് അവിടെ പേഴ്സണാലിറ്റി അളക്കുന്ന രീതിയിലുള്ളതാണ് എന്ത് നമ്മുടെ പേഴ്സണാലിറ്റി ടെസ്റ്റ്, പ്രൊജക്റ്റീവ് ടെസ്റ്റ് ഓർ ഫ്രീ റെസ്പോൺസ് മെഷർ. ആൻ എക്സാമ്പിൾ ഏതാണ്? റോഷാർക്ക് തന്നെയാണ്. അവിടെ ഒരു ഇങ്ക് ബ്ലോട്ട് കണ്ടിട്ട് അതിനെപ്പറ്റി പറയാൻ പറഞ്ഞിട്ട് ആ പറയുന്നതിലൂടെ അവരുടെ പേഴ്സണാലിറ്റി അളക്കാണ്. അതർ പേഴ്സണാലിറ്റി പ്രൊജക്റ്റീവ് ടെസ്റ്റ് ഏതൊക്കെയാണ്? TAT ഉണ്ട് അല്ലെ, തിമാറ്റിക് അപ്രസംഷൻ ടെസ്റ്റ് ഉണ്ട്, ദ ഹൗസ് ട്രീ പേഴ്സൺ ടെസ്റ്റ് ഉണ്ട്, റോബർട്ട്സ് അപ്രസംഷൻ ടെസ്റ്റ് ഉണ്ട്, അറ്റാച്ച്മെന്റ് പ്രൊജക്റ്റീവ് ടെസ്റ്റ് ഒക്കെ വരുന്നുണ്ട്, ഡ്രോ എ മാൻ ടെസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. ഇനി ഡയറക്റ്റ് ഒബ്സർവേഷൻ ടെസ്റ്റ് ഉണ്ട്. These are also used in many situations. Although most psychological tests are rating scale free response തന്നെയാണ് പേഴ്സണാലിറ്റി ഒക്കെ ചെയ്യുന്നത്. പക്ഷേ psychological assessment may also involve observation of people as they complete activities. ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് ചില ഡാറ്റാസ് കളക്ട് ചെയ്യാറുണ്ട്. This type of assessment is usually conducted with families, in a laboratory, home, or with the children in a classroom. The purpose may be clinical purpose in observation, such as establish a pre-intervention baseline of a child's hyperactive or aggressive classroom behavior. ചിലപ്പോൾ നമ്മൾ ഒരു കുട്ടിയുടെ ക്ലാസ് റൂമിൽ ഇങ്ങനെ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആവുന്നത് അല്ലെങ്കിൽ എഗ്രഷൻ കാണിക്കുന്നതൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യാറുണ്ട്, ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കാറുണ്ട്. അല്ലെങ്കിൽ ഒബ്സർവ് ദ നേച്ചർ ഓഫ് എ പാരന്റ് ചൈൽഡ് ഇന്ററാക്ഷൻ, ഒരു പാരന്റും ചൈൽഡും നമ്മൾ ഇന്ററാക്ഷൻ എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യാറുണ്ട്. ഇതൊക്കെ എന്തിനാണ്? ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് റിലേഷണൽ ഡിസോർഡർ. എന്തെങ്കിലും ഡിസോർഡർ ഉണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യാറുണ്ട്. മെജോറിറ്റി ചെയ്യാറില്ല, പക്ഷെ ചില സാഹചര്യങ്ങളിൽ ചെയ്യാം. ഡയറക്റ്റ് ഒബ്സർവേഷൻ പ്രൊസീജിയർ ആർ ഓൾസോ യൂസ്ഡ് ഇൻ റിസർച്ചിൽ ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ടു സ്റ്റഡി ദ റിലേഷൻ ബിറ്റ്വീൻ ഇൻട്രാസൈക്കിക് വേരിയബിൾസ് ആൻഡ് സ്പെസിഫിക് ടാർഗറ്റ് ബിഹേവിയർ ഓർ ടു എക്സ്പ്ലോർ സീക്വൻസ് ഓഫ് ബിഹേവിയർ ഇന്ററാക്ഷൻ. ബിഹേവിയർ ഇന്ററാക്ഷന്റെ സീക്വൻസ് നോക്കാന്, അതുപോലെ ഇൻട്രാസൈക്കിക് ആയിട്ടുള്ള വേരിയബിൾസ് നോക്കാന്, ടാർഗറ്റ് ബിഹേവിയർ നോക്കാൻ, അഗ്രഷൻ ഉണ്ടോ അല്ലെങ്കിൽ ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് ഒബ്സർവേഷണൽ ടെസ്റ്റ് ആവശ്യമെങ്കിൽ ഉപയോഗിക്കാറുണ്ട്. മെയിൻ ആയിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും ട്രയറ്റ് അവർക്കുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഡയറക്റ്റ് ഒബ്സർവേഷൻ മെയിൻ ആയിട്ടും ഉപയോഗിക്കാറുള്ളത്. ഇപ്പൊ കോമൺലി ഉപയോഗിക്കുന്ന സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? ഇന്റലിജൻസ് ടെസ്റ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ടെസ്റ്റ് ഓഫ് അച്ചീവ്മെന്റ്, ന്യൂറോസൈക്കോളജിക്കൽ ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്. പേഴ്സണാലിറ്റി ടെസ്റ്റിന് അണ്ടറിൽ വരുന്നതാണ് ഈ ഒബ്ജക്റ്റീവും പ്രൊജക്റ്റീവും ഡയറക്റ്റ് ഒബ്സർവേഷൻ ടെസ്റ്റ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ, പേഴ്സണാലിറ്റി ടെസ്റ്റിന്റെ ടൈപ്പ്, അത് എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കാണാറുണ്ട് കേട്ടോ. അപ്പൊ സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്താണെന്നുള്ള ഇൻട്രഡക്ഷൻ കൊടുത്ത ശേഷം ഈ എല്ലാം ചുരുക്കി എഴുതണം. എല്ലാത്തിന്റെയും എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പൊ ഹോപ്പ് ദ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. ഇനി നിങ്ങൾക്ക് ബുധനാഴ്ചയാണ് ക്ലാസ്, കാരണം നിങ്ങൾക്ക് ഇന്നലെ ഇന്നും അടുപ്പിച്ച് ക്ലാസ് ഉണ്ടെങ്കിൽ കൂടെ തിങ്കൾ ചൊവ്വ ഞാൻ MPC 0-1-2 ആയിരിക്കും എടുക്കാം. നിങ്ങൾക്ക് ബുധനാഴ്ച മുതൽ MPC 0-2-3 ഫസ്റ്റ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യും. അത് നിങ്ങൾക്ക് ഫുള്ള് ഫ്രീ ക്ലാസ് ആയിട്ട് തരുന്നതാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ hope the class was productive and informative. അടുത്തൊരു സെഷനുമായി വീണ്ടും കാണുന്നതാണ്. അതുവരെ it's me, Abdul Hafiz, signing off. Bye and take care. ബൈ മാം. മാം ഞാനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റാഫ് അതിന്റെ കയ്യിലില്ലായിരുന്നു, ഇന്നലെ ഇത്തിരി ബിസി ആയിപ്പോയി, കാരണം സ്റ്റാഫിന് വയ്യാണ്ടൊക്കെ അയച്ചു കേട്ടോ. ഞാനൊരു പുസ്തകം ചോദിച്ചിട്ടുണ്ട്, അതാണോന്ന് എന്നോടൊന്ന് പറയണേ. ഓക്കെ മാം.